അയർലൻഡിൽ പഠനത്തിനായി എത്തിയ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ന് കടുത്ത അനിശ്ചിതത്വത്തിലാണ്. പഠനം പൂർത്തിയാക്കിയ ശേഷവും യോഗ്യതയ്ക്കൊത്ത ജോലി ലഭിക്കാത്തതും സ്റ്റാമ്പ് 1G എക്സ്റ്റൻഷൻ ലഭിക്കുമോ എന്ന ആശങ്കയും കാരണം നിരവധി വിദ്യാർത്ഥികളോട് രാജ്യം വിടാൻ ഐറിഷ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം? എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വലിയ സാമ്പത്തികവും മാനസികവുമായ പ്രതിസന്ധിയിലേക്ക് തള്ളപ്പെടുന്നത്? മികച്ച വിദ്യാഭ്യാസം, ഉയർന്ന ശമ്പളവുമുള്ള ജോലി, പഠനം കഴിഞ്ഞാൽ 2 വർഷത്തെ തൊഴിലവസരം, ഇത്തരം വാഗ്ദാനങ്ങളാണ് ഇന്ത്യയിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ മേളയിലൂടെ ഐറിഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ചത്. സർക്കാർ പിന്തുണയോടെയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമായി സംഘടിപ്പിച്ച റോഡ് ഷോകളിലൂടെ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് അയർലൻഡിലേക്ക് ആകർഷിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം ഇന്ന് തികച്ചും വ്യത്യസ്തമാണെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. പഠനം പൂർത്തിയാക്കിയിട്ടും നിരവധി പേർക്ക് യോഗ്യതയ്ക്കൊത്ത ജോലി ലഭിക്കുന്നില്ല. അതേസമയം സ്റ്റാമ്പ് 1G 2ാം വർഷത്തേക്ക് നീട്ടിക്കിട്ടുമോ എന്ന ആശങ്കയും വിദ്യാർത്ഥികളെ വേട്ടയാടുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റാമ്പ് 1G എക്സ്റ്റൻഷൻ അനുവദിക്കാതെ ഇതിനകം 2000-ത്തിലധികം വിദ്യാർത്ഥികളോട് രാജ്യം വിടാൻ ഐറിഷ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 20,000 മുതൽ 30,000 യൂറോ വരെ ചെലവഴിച്ചും വൻ വിദ്യാഭ്യാസ വായ്പകൾ എടുത്തുമാണ് പലരും അയർലൻഡിലെത്തിയത്. പക്ഷേ പഠനം കഴിഞ്ഞിട്ടും പലർക്കും ലഭിക്കുന്നത് മിനിമം വേതനമുള്ള ഹോട്ടൽ, റെസ്റ്റോറന്റ്, വെയർഹൌസ് ജോലികൾ മാത്രമാണ്. കടം തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നിരവധി വിദ്യാർത്ഥികൾ. മാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയാൽ 2 വർഷത്തെ സ്റ്റാമ്പ് 1G വിസ സ്വാഭാവികമായി ലഭിക്കുമെന്നാണ് പലരും കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ആദ്യത്തെ 12 മാസത്തിന് ശേഷമുള്ള എക്സ്റ്റൻഷൻ ഒരു അവകാശമല്ല. യോഗ്യതയ്ക്കൊത്ത ജോലി കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളുടെ രേഖകളും മറ്റ് തെളിവുകളും പരിശോധിച്ച ശേഷമാണ് 2ാം വർഷത്തിലേക്കുള്ള അനുമതി പരിഗണിക്കുന്നത്. അപേക്ഷ നിരസിക്കപ്പെടുകയോ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് മറ്റൊരു നിയമപരമായ വിസയിലേക്ക് മാറാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ രാജ്യം വിടുകയാണ് മുന്നിലുള്ള ഏക മാർഗം. ഇന്ത്യയിൽ നടത്തിയ വിദ്യാഭ്യാസ മേളകളിൽ തൊഴിലവസരങ്ങൾ, ഉയർന്ന ശമ്പളം, പഠനാനന്തര താമസാനുമതി എന്നിവ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. എന്നാൽ അയർലൻഡിലെ തൊഴിലില്ലായ്മ, പാർപ്പിട പ്രതിസന്ധി, സ്റ്റാമ്പ് 1G എക്സ്റ്റൻഷനിലെ നിയന്ത്രണങ്ങൾ തുടങ്ങിയ പ്രധാന വിവരങ്ങൾ വ്യക്തമായി അറിയിച്ചില്ലെന്നും അവർ പറയുന്നു. ഒരു ക്ലാസ്സിൽ പഠിച്ച 50 വിദ്യാർത്ഥികളിൽ 7 പേർക്ക് മാത്രമാണ് യോഗ്യതയ്ക്കൊത്ത ജോലി ലഭിച്ചെന്നാണ് മുൻ വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ. ചില കോളേജുകളിൽ ഒരു ക്ലാസ് മുറിയിൽ 180-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്നും വ്യക്തിഗത അക്കാദമിക് പിന്തുണ ലഭിച്ചില്ലെന്നും പരാതിയുണ്ട്. അയർലൻഡിലെ പാർപ്പിട പ്രതിസന്ധിയും വിദ്യാർത്ഥികളെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഡബ്ലിനിൽ 2 മുറിയുള്ള വീടുകളിൽ 12 മുതൽ 15 പേരെ താമസിക്കുന്ന സാഹചര്യമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ചിലർ താമസ സൗകര്യത്തിന്റെ പേരിൽ തട്ടിപ്പിനിരയായി. മറ്റു ചിലർ സുഹൃത്തുക്കളുടെ വീടുകളിലെ സോഫകളിൽ കഴിയുകയോ സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളെ ആശ്രയിക്കുകയോ ചെയ്യുകയാണ്. വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതും പ്രവേശനം നൽകുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഐറിഷ് സർക്കാരിന്റെ വിശദീകരണം. പഠന വിസ അനുവദിക്കുന്നത് ജസ്റ്റിസ് വകുപ്പിന്റെ ചുമതലയാണെന്നും എവിടെ പഠിക്കണമെന്നത് വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ സർക്കാർ പിന്തുണയോടെ വിദ്യാർത്ഥികളെ ആകർഷിച്ച ശേഷം എല്ലാ ഉത്തരവാദിത്വവും വിദ്യാർത്ഥികളുടെ മേൽ മാത്രം ചുമത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് വിമർശനം. ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സ്റ്റാമ്പ് 1G എക്സ്റ്റൻഷൻ നിരസിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, തൊഴിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ നിയമപരമായ വഴികൾ, ഐറിഷ് സർക്കാരുമായി ചർച്ചകൾ എന്നിവയിൽ എംബസി സജീവമായി ഇടപെടണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം പ്രത്യേക ഹെൽപ്പ് ഡെസ്ക്, സൗജന്യ നിയമ കുടിയേറ്റ മാർഗനിർദ്ദേശം, മാനസികാരോഗ്യ സഹായം, സർവകലാശാലകളുമായി തർക്ക പരിഹാര സംവിധാനം എന്നിവയും ആരംഭിക്കണമെന്നാണ് ആവശ്യം. 2024-25 അധ്യയന വർഷത്തിൽ അയർലൻഡിലെത്തിയത് 44,500 രാജ്യാനന്തര വിദ്യാർത്ഥികളാണ്. ഇവരിൽ 19,175 പേർ ഇന്ത്യക്കാരാണ്. അവരിൽ ഏകദേശം 1/3 മലയാളി വിദ്യാർത്ഥികളാണെന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. വലിയ സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പോയ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി ഇന്ന് അനിശ്ചിതത്വത്തിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ അന്തരം, തൊഴിൽ ലഭ്യതയിലെ പ്രതിസന്ധി, സ്റ്റാമ്പ് 1G എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം എന്നിവയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഇതിൽ ഇന്ത്യൻ എംബസിയും ഐറിഷ് സർക്കാരും എത്ര വേഗത്തിൽ ഇടപെടുന്നു എന്നതായിരിക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുക.